ഹായ്, ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത്. ഒരു പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനാണെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇത് വിജയിക്കുമോ അല്ല പരാജയപ്പെടുമോ എന്നൊന്നും അറിയില്ല, പക്ഷെ എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഉള്ള ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ഞാൻ ജസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ മുട്ട വേണം. അങ്ങനെ ഞാൻ മുട്ട ജസ്റ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് റവ. അപ്പോൾ ഈ റവ ആണെങ്കിൽ നിങ്ങൾക്ക് വറുത്ത റവ എടുക്കാം, അല്ലെങ്കിൽ വറുക്കാത്ത റവ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു മുട്ട നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ 2 മുട്ട വരെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങ ചിരവിയതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് കുറച്ച് ശർക്കരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറേ സമയമൊന്നും ചിലവഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് ഒരു 10-20 മിനിറ്റ് ഉണ്ടായാൽ മതി, നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാനിതിവിടെ ശർക്കര ആണെങ്കിൽ ചെറിയ ചെറിയ പീസായിട്ട് ഇവിടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കര യൂസ് ചെയ്യാം. പിന്നെ മധുരം നല്ലോണം ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുറച്ച് കൂടുതലായിട്ട് യൂസ് ചെയ്യാം, അല്ല അത് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ അത് കുറവായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത എല്ലാ ഇൻഗ്രീഡിയൻറ്റും നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് നന്നായിട്ട് ഒരു കുറച്ച് സമയം കൂടി എടുത്തിട്ട് നമ്മൾ ചെയ്യണേ. എന്നിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അതങ്ങ് അരച്ചെടുക്കണം. പിന്നെ ആവശ്യത്തിന് വേണ്ട കുറച്ച് വെള്ളം കൂടി നമ്മൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഈ ബാറ്റർ ആണെങ്കിൽ നല്ലോണം അങ്ങ് ലൂസാവാൻ പാടില്ല, കുറച്ച് കട്ടിക്ക് തന്നെ നമുക്ക് കിട്ടണം കേട്ടോ. ഇതാ ഞാനാണെങ്കിൽ ഈ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് ഇതങ്ങ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു മിക്സിയിലെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫസ്റ്റ് ഞാൻ വെള്ളമൊന്നും ഇടാണ്ടാണ് ഇതിലേക്ക് അരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് അരിഞ്ഞ പിന്നെ എന്ത് ചെയ്തു, വളരെ കുറച്ച് വെള്ളം ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതങ്ങ് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് നന്നായിട്ടുള്ളൊരു ലൈറ്റായിട്ടുള്ളൊരു ലൈറ്റായിട്ടുള്ളൊരു യെല്ലോ കളറായിട്ടുള്ളൊരു ബാറ്ററാണ് കേട്ടോ നമുക്ക് കിട്ടുന്നുണ്ടത്. എന്നിട്ട് നമ്മളിത് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ടോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോട്ടോ നമ്മളിത് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഈനോ പൗഡർ ഇല്ലേ, അപ്പോൾ ഈനോ പൗഡർ നമുക്ക് ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതുണ്ട് കേട്ടോ. പിന്നെ ഈനോ പൗഡർ നിങ്ങളെ വീട്ടിലില്ല, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡറും കുറച്ച് അല്പം നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഇതാ ഈ മിക്സിൻ്റെ ജാറിൽ നിന്ന് ഈ മിക്സ്ചർ ആണെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഒരു പാക്കറ്റിലുള്ള ഈനോ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈനോ പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വളരെ കുറച്ച് വെള്ളം നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊരു പത പോലെ വരും. എന്നിട്ട് അതെല്ലാം കൂടി നമുക്ക് ആ ബാറ്ററും കൂടി നമുക്ക് നന്നായിട്ട് അതങ്ങ് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ഈനോ പൗഡർ ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പലഹാരം നല്ലൊരു പഫിനെസ്സും നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആവും കേട്ടോ. ഈ ഒരു ഈനോ പൗഡർ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ നിങ്ങൾ നിർബന്ധമായിട്ട് ചേർക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ്. എന്നാൽ മാത്രമേ അതിൻ്റെതായ കറക്റ്റ് ടെക്സ്ചറിൽ ഈ ഒരു പലഹാരം നമുക്ക് കിട്ടുകയുള്ളൂ. എന്നിട്ട് ഞാനാണെങ്കിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് അതങ്ങ് മിക്സ് ചെയ്ത് നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, അത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കുക. അപ്പോൾ ഒരു 10-15 മിനിറ്റ് വരെ നമുക്ക് വെക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു സമയത്തേക്ക് ഞാനാണെങ്കിൽ ഒരു അല്പം ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ കുറച്ച് ഉപ്പാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടും. പിന്നെ ആ മധുരമൊക്കെ ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 10 മിനിറ്റ് അതങ്ങ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ആ ഒരു സമയത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, ഒരു പാനിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ജസ്റ്റ് എണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് എണ്ണ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ നെയ്യ് യൂസ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ നെയ്യും കൂടി യൂസ് ചെയ്യാൻ പറ്റും. അതല്ല സാധാരണ നമ്മളെ വെളിച്ചെണ്ണ യൂസ് ചെയ്യാവുന്നതാണെങ്കിൽ അതും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഞാൻ സാധാരണ വെളിച്ചെണ്ണ ആണ് കേട്ടോ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാ നമ്മളുടെ ഈ ബാറ്റർ ആണെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഇതിലേക്ക് മാവ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പാനിലേക്ക് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോഴത്തേക്ക് ഈ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 2-3
മിനിറ്റൊക്കെ ആവുന്ന സമയത്തേക്ക് നല്ലൊരു ബബിള് പോലെ ഇതിൻ്റെ മേലെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം അനുസരിച്ചിട്ട് കുറച്ച് വലുത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ലോണം മാവ് ഇട്ട് കൊടുക്കുക. അല്ല ചെറിയ ചെറിയ കുഞ്ഞനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇച്ചിരി മാവ് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ജസ്റ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാ നന്നായിട്ടൊരു ബബിള് പോലെ വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അത് ജസ്റ്റ് ഒരു പഫി ആയിട്ട് വരും. ആ ഒരു സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണേ. അപ്പോൾ 2 സൈഡും നല്ല രീതിയിൽ നമുക്കതൊന്ന് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇതാ നമ്മളുടെ ഈ ഒരു പലഹാരം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2-3 ഇതേപോലെ തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാണെങ്കിൽ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു പലഹാരം ഉണ്ടാക്കിയത് ആദ്യമായിട്ടാണ് കേട്ടോ നല്ല രീതിയിൽ സക്സസ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെതായ സന്തോഷം ഒരു വേറെ തന്നെ ആയിരുന്നു കേട്ടോ. എപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇതാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാ ഞാനാണെങ്കിൽ ഇതിവിടെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇത്രയും സോഫ്റ്റായിട്ട് നല്ല രീതിയിൽ നല്ല തിക്നെസ്സിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. അത് മാത്രമല്ല വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് ജസ്റ്റ് കമൻറ്റിലൂടെ ഫീഡ്ബാക്കും കൂടി അറിയിക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണേ. സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ ബൈ.